പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് എന്ന് ആദ്യം എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ വസ്തുതകളുണ്ട് എന്ന് ഇപ്പോൾ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ പ്രേക്ഷകർക്കറിയാമല്ലോ, ഇപ്പോൾ KM ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പിണറായി വിരുദ്ധൻ എന്നായിരുന്നല്ലോ ഒരു വിഭാഗം ആളുകൾ, എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഷാജഹാൻ എന്തോ പ്രത്യേകമായിട്ടുള്ള താല്പര്യം പിണറായി വിജയനെതിരെ ഉണ്ട്, ചില വ്യക്തി താല്പര്യം ഉണ്ട്, ചില പേഴ്സണൽ സ്കോർസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് KM ഷാജഹാൻ പിണറായി വിജയനെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പല കോണുകളിൽ നിന്നും, ആ കോണുകൾ ഏതാണെന്നൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നില്ല, പക്ഷേ ആ കോണുകളിൽ നിന്നുമൊക്കെ പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അചഞ്ചലമായി ഞാൻ എൻ്റെ പോരാട്ടത്തിൽ മുന്നോട്ട് പോയി എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം, കാൽ നൂറ്റാണ്ടായി നിലനിന്നിരുന്ന ഒരു പിണറായി യുഗമുണ്ട് കേരളത്തിലെ CPM-ൽ. ആ പിണറായി യുഗം അവസാനിക്കാൻ പോവുകയാണോ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം. സുഹൃത്തുക്കളെ, അത് ഞാൻ തുടങ്ങുന്നത് രണ്ട് മാധ്യമ വാർത്തകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, പക്ഷേ ഏതാനും ചില ഭാഗങ്ങൾ വായിച്ചേ പറ്റൂ. അതിലൊന്ന് മലയാള മനോരമ ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് ശേഷം CPM-നുള്ളിൽ പിണറായിക്കെതിരെ വിമർശനം, ധനമന്ത്രിക്കെതിരെയും ആക്ഷേപം. പക്ഷേ അതിൽ പ്രധാനം വർഷങ്ങൾക്ക് ശേഷം CPM-നുള്ളിൽ പിണറായിക്കെതിരെ വിമർശനം എന്നുള്ളതാണ്. അതിൽ സുപ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് 3-ാം പാരഗ്രാഫിൽ പറയുന്നു: വിഭാഗീയതയുടെ പോരുകാലം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് വിമർശനങ്ങൾ ഉയരുന്നുവെന്ന അപൂർവതയ്ക്കാണ് CPM നേതൃയോഗങ്ങൾ ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. പാർട്ടി പിണറായിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനു ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് പാർട്ടിയിൽ ഇത്തരമൊരു അനുഭവം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണമെന്ന തരത്തിലാണ് പല നേതാക്കളും നിലപാട് വ്യക്തമാക്കിയത്. ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന പാർട്ടിയുടെ വിലയിരുത്തലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നയപരമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയും സർക്കാരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ തിരിച്ചടി നേരിട്ടുവെങ്കിലും അന്ന് ശബരിമല യുവതീ പ്രവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ ശക്തമായ പിന്തുണ പിണറായി വിജയന് ലഭിച്ചിരുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഇക്കുറി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി വേണ്ടി വന്നതാണ് പാർട്ടി നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. നിരാശാജനകമായ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. എന്താണ്? പിണറായി വിജയനെതിരെ ആദ്യമായി വിമർശനങ്ങൾ ഉയർന്നു എന്നത് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അതാണ് മലയാള മനോരമയുടെ ഒരു വാർത്ത. അടുത്ത വാർത്ത: CPM നേതൃയോഗങ്ങൾ ഇന്ന് സമാപനം, അടിത്തറ ഉലഞ്ഞു, വേണം തിരുത്തൽ എന്നാണ്. അത് പറയാൻ തിരുവനന്തപുരത്തുള്ള വാർത്തയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും CPM-നെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്ന് സംസ്ഥാന നേതൃത്വത്തിൽ രൂക്ഷ വിമർശനം നടന്നുവെന്നാണ്. ഇതോടെ പാർട്ടിയിലും ഭരണത്തിലും അടിമുടി തിരുത്തലുണ്ടാകുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. അടിസ്ഥാന വോട്ടുകൾ പോലും തകർന്നടിഞ്ഞതോടെയാണ് വീണ്ടും വിചാരത്തിന് പാർട്ടി തയ്യാറായത്. ഈഴവരാതി പിന്നാക്ക പട്ടിക വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നതാണ് ഇത്ര കനത്ത തിരിച്ചടിക്ക് കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയും. ചില വിമർശനങ്ങൾ കേട്ടോണം. വേണ്ടത് സ്തുതി പാടലല്ല, തിരുത്തൽ. ഭരിക്കുന്നത് മുഖ്യമന്ത്രിയും 19 നിഴലുകളുമാണ് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതെന്ന് CPM സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ച വിമർശനങ്ങൾ. കഴിഞ്ഞ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യാത്ത ദയനീയ പരാജയമാണ് കാഴ്ചവെക്കുന്നതെന്ന് ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ചിലർ തുറന്നടിച്ചു. ഒന്ന്, ഭരണവിരുദ്ധ വികാരം
മുഖ്യമന്ത്രിയുടെ ചില നേരങ്ങളിലെ നിലപാടുകൾ എന്നിവയാണ് തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടും. 2, സർക്കാർ പാർട്ടിയെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും തിരുത്തില്ല. സർക്കാരിൻ്റെ പ്രവർത്തനം പാർട്ടി സമഗ്രമായി വിലയിരുത്തണം. 2, 3 തെറ്റുതിരുത്തൽ രേഖ പാതി വഴിക്ക് ഉപേക്ഷിച്ചു. ഇത് നടപ്പിലാക്കാൻ ചെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് രേഖ ബാഗിൽ നിന്ന് പുറത്തെടുക്കാൻ പോലും കഴിഞ്ഞില്ല. ജില്ലാ നേതാക്കൾ പോലും അഴിമതി കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. സംരക്ഷണം ലഭിക്കുന്നതുകൊണ്ടാണ് ഇവർ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുന്നത്. 5, ആരോഗ്യവകുപ്പിൽ ബാഹ്യശക്തികളാണ് ഭരിക്കുന്നതെന്ന് വിമർശനം നേരത്തെയുണ്ട്. ഇക്കാര്യം പലതവണ സൂചിപ്പിച്ചിട്ടും അന്വേഷിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായി. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ്? 1, പിണറായി വിജയനെതിരെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പാർട്ടി വേദികളിൽ വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിരൂക്ഷമാണ് വിമർശനങ്ങൾ എന്നാണ്. അതിൻ്റെ 2-3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയും 19 നിഴലുകളും എന്നുള്ള നിലയിലുള്ള വിമർശനം. സുഹൃത്തുക്കളെ, നമുക്കറിയാവുന്നതാണ് 1998 പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനുശേഷം 4 ടേം ഇരുന്നു. 2014 അദ്ദേഹം രാജിവെച്ചു. യഥാർത്ഥത്തിൽ 2014 അദ്ദേഹം രാജിവെച്ചു. 2016 മുഖ്യമന്ത്രിയായി. 2021 അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇപ്പോഴും തുടരുകയാണ്. യഥാർത്ഥത്തിൽ 2014 ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്ര സമഗ്രവും സുസംഘടിതവുമായി, ഇത്രയും വസ്തുനിഷ്ഠമായി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് പാർട്ടി വേദികളിൽ വിമർശനത്തിന് വിധേയനാവുന്നത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 കാലമായി കേൾക്കാതിരുന്ന പിണറായി വിമർശനം ഇപ്പോൾ CPM-ന്റെ പാർട്ടി വേദികളിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. നമുക്കറിയാം 1998 ചടയൻ ഗോവിന്ദൻ മരിച്ചപ്പോഴാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയത്. അന്ന് പിണറായി വിജയനെ സംസ്ഥാന സെക്രട്ടറി ആക്കി അവിടെ കൊണ്ടുവന്ന് അവരോധിച്ച ആൾ VS അച്യുതാനന്ദനാണ്. 101 വയസ്സായിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ആ കയ്യിൽ തന്നെ കൊത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ വിഭാഗീയ പ്രവർത്തനം ഈ പാർട്ടിയിൽ ആരംഭിച്ചത്. 2001-2005 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി, ആ എല്ലാ വിഷയങ്ങളിലും സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി നിന്നുകൊണ്ടാണ് പിണറായി വിജയൻ ആരാണ് എന്നുള്ളത് അദ്ദേഹം 2001 മുതൽ തന്നെ വ്യക്തമാക്കി തുടങ്ങിയത്. 2005 മുതലുണ്ടായിട്ടുള്ള ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്കറിയാം. 2005 CAG-യുടെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ്റെ പങ്ക് ലാവ്ലിൻ കേസിൽ പുറത്തു കൊണ്ടുവന്നു. 2006 ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. 2007 CBI-യുടെ അന്വേഷണത്തിൽ പിണറായി വിജയൻ പ്രതിയായി, കുറ്റപത്രത്തിൽ പേര് വന്നു. ഈ സമയത്തൊക്കെ തന്നെ പിണറായി വിജയൻ അവിടെ അചഞ്ചലനായി തുടരുകയായിരുന്നു. പാർട്ടി പരിപൂർണമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയരുമായിരുന്നു. കാരണം VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുകൊണ്ട് 2001 മുതൽ യഥാർത്ഥത്തിൽ 2013 വരെ പാർട്ടി വേദികളിൽ പിണറായി വിജയനും അച്യുതാനന്ദനോടൊപ്പം നിൽക്കുന്നവരും ഉണ്ടായിരുന്നുകൊണ്ട് അവർ പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിപ്പോന്നു. പക്ഷേ 2013 ലാവ്ലിൻ കേസിൽ എല്ലാ പ്രതികളെയും വിട്ടയച്ചുകൊണ്ട് CBI കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി VS അച്യുതാനന്ദൻ സാവധാനം തൻ്റെ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നത് നമ്മൾ പിന്നീട് കണ്ടു. യഥാർത്ഥത്തിൽ അച്യുതാനന്ദൻ്റെ പിന്മാറ്റത്തോടുകൂടി അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് നല്ല ശതമാനം ആളുകളും പിണറായി പക്ഷത്തേക്ക് ചായുന്നത് നമ്മൾ കണ്ടു. പിന്നീട് അച്യുതാനന്ദൻ പോരാട്ടം മതിയാക്കിയതോടുകൂടി പാർട്ടിയിൽ പിണറായി വിജയൻ അപ്രമാദിത്വം ഉണ്ടായത് നമ്മൾ കണ്ടു. 2014 പിണറായി വിജയൻ രാജിവെച്ചു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അതിന് തൊട്ടു മുമ്പാണ് നമുക്കറിയാം മറ്റേ ബക്കറ്റിലെ തിര എന്നൊക്കെ പറയും, നവകേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് VS വിമർശനം ഉന്നയിച്ചെങ്കിലും VS പിന്നീട് പോരാട്ട ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി. അതോടുകൂടി പിണറായിക്ക് അപ്രമാദിത്വമായി പാർട്ടിയിൽ. പിണറായി പാർട്ടിയുടെ ഏക ഛത്രാധിപതിയായി. പിണറായി വിജയന് ഈ പാർട്ടിയിൽ അപ്രമാദിത്വം ലഭിച്ചു. 2014 അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയെ ആദ്യം ജയിച്ചു. അത് അദ്ദേഹത്തിന് നേട്ടം കൊണ്ടൊന്നും ആയിരുന്നില്ല. അച്യുതാനന്ദനാണ് 140 മണ്ഡലങ്ങളിൽ ഓടി നടന്നത്. പക്ഷേ അച്യുതാനന്ദനെ ഉപയോഗിച്ച് അധികാരത്തിൽ കയറിയെങ്കിലും അച്യുതാനന്ദനെ പുറംകാലം കൊണ്ട് ചവിട്ടി പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയായത് നമുക്കറിയാം. അതായിരുന്നു ഒന്നാം പിണറായി സർക്കാർ.
ആ സമയത്തും പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ആയിരുന്നു പാർട്ടിയിൽ നടപ്പിലായിരുന്നത്. കാരണം പിണറായി വിജയൻ രാജിവെച്ചതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ ഒരു കോടാലി കൈയായിരുന്നു, ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു സ്റ്റൂജ് ആയിരുന്നു എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയെങ്കിലും പിണറായി വിജയൻ എന്ത് പറയുന്നോ അത് നടപ്പിലാക്കുക എന്നുള്ള ഒരു പ്യൂണിൻ്റെ ജോലി മാത്രമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 2016 മുതൽ പാർട്ടിയും സർക്കാരും പിണറായി വിജയൻ്റെ കാൽ കീഴിലായി. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറച്ച് സീനിയർ നേതാക്കന്മാരും മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവസാന വാക്ക് പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പിണറായി വിജയൻ്റെ അപ്രമാദിത്വമാണ് 2016 മുതൽ നമ്മൾ കണ്ടു തുടങ്ങി. 2021 ആയപ്പോഴോ അതെല്ലാ സീമകളും ലംഘിച്ചു. പിണറായി വിജയൻ്റെ ചവിട്ടടിയിലായി പാർട്ടി. കാരണം പിണറായി വിജയൻ കൊയ്ത നേട്ടം കൊണ്ടാണ് രണ്ടാം തവണ അധികാരത്തിൽ വന്നത് എന്നുള്ള വർത്തമാനം വന്നതോടുകൂടി എല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനായി. എന്തായാലും കോവിഡും പെൻഷനും കിറ്റുമൊക്കെ ഉപയോഗിച്ചാണെങ്കിലും പിണറായി രണ്ടാം തവണ അധികാരത്തിൽ വന്നു. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മുന്നണി തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിൽ. അതോടുകൂടി പിണറായി വിജയനാണ് എല്ലാം. CPM എന്നാൽ പിണറായി വിജയൻ, ഗവൺമെൻറ് എന്നാൽ പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് മാറി. പിണറായി വിജയൻ വളരെ തന്ത്രപരമായി കളിച്ചു. 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കാൻ പാടില്ല, 2 തവണ മത്സരിച്ചപ്പോൾ പിന്നെ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സീനിയർ ആയിട്ടുള്ള എല്ലാവരെയും ഒതുക്കി മൂലക്കിരുത്തി. ഐസക്കിനെ ഒതുക്കി, AK ബാലനെ ഒതുക്കി, KK ശൈലജയെ ഒതുക്കി, G സുധാകരനെ ഒതുക്കി. അവരെല്ലാവരെയും മൂലക്കിരുത്തി. ആ മൂലക്കിരുത്തിയത് എന്തിനായിരുന്നു? തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടു. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ്റിൽ ഏറ്റവും പ്ലം ആയിട്ടുള്ള 2 പോസ്റ്റുകൾ, 2 വകുപ്പുകൾ, ടൂറിസവും പൊതുമരാമത്തും മുഹമ്മദ് റിയാസിന് കൊടുത്തു. പിന്നീട് പിണറായി വിജയൻ്റെ ഒരു തേർവാഴ്ചയായി. പിന്നീട് അഴിമതി ആരോപണങ്ങളൊക്കെ വന്നു, അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു. പിന്നീട് പോലീസ് അതിക്രമങ്ങൾ. പിന്നെ പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതായിരുന്നു നിയമം. ലോ അൺടു ദെംസെൽസ് എന്ന് നമ്മൾ കേട്ടില്ല. ഞാനാണ് നിയമം എന്ന് ഏകാധിപതികൾ പറഞ്ഞതുപോലെ പിന്നീട് നിയമം എന്നാൽ പിണറായി വിജയനായി. പിണറായി വിജയനോടൊപ്പം നിന്നാൽ എന്തുമാകാം എന്നായി. മന്ത്രിസ്ഥാനത്തേക്കും താൻ പറഞ്ഞവരെ എല്ലാവരെയും കൊണ്ടുവന്നു. കുറെ കഴിഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ വന്നു. പക്ഷേ MV ഗോവിന്ദൻ വന്നതിന് ശേഷവും MV ഗോവിന്ദൻ പിണറായി വിജയന് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് 2 കൈകളും എടുത്ത് തൊഴുന്നവരെ മാത്രം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു. പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും എല്ലാം പിണറായി വിജയൻ്റെ ഏറാൻ മൂളികളാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഒരു ദയനീയാവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2019 ഒരു സീറ്റേ LDFന് ലഭിച്ചുള്ളൂ. പക്ഷേ അത് ശബരിമലയുടെ കുഴപ്പം കൊണ്ടാണെന്നും അത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടു. 2019 രക്ഷപ്പെട്ടു. 2029 വലിയ ഭൂരിപക്ഷം കിട്ടിയതോടുകൂടി പിണറായി വിജയൻ്റെ അപ്രമാദിത്വം, ഇൻഫാലിബിലിറ്റി, ഏകഛത്രാധിപത്യം കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെ പിണറായി വിജയൻ ഒരു നാട്ടുരാജാവായി വാണുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ ഭരണത്തിൻ്റെ ബാക്കിപത്രം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. ജനങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് ജനങ്ങൾ 2 കാര്യം ചെയ്തു. ഒരു കാൽക്കാശിനും കൊള്ളാത്ത കോൺഗ്രസ്സുകാരെ വലിയ ലക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു. പക്ഷേ പിണറായി വിജയൻ ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് CPMന് വലിയ പിന്തുണയുള്ള CPMൻ്റെ ഹിന്ദു വോട്ടുകളിൽ നല്ല പങ്ക് ഈ BJPക്ക് കൊണ്ടുവന്ന് വോട്ട് കുത്തി. അവരെല്ലാം പിണറായി വിജയനിട്ട് അടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഒരുപാട് തെളിവുകൾ വന്നു. കണ്ണൂരൊക്കെ തവിട് പൊടിയായി പാർട്ടി. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ 2021 50,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് ഇത്തവണ 2600 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള നിലയിലേക്ക് തീർന്നു. പിണറായി വിജയൻ്റെ മരുമകൻ കഴിഞ്ഞവണ 28,000 വോട്ടിനാണ് ജയിച്ചത്. ഇത്തവണ 19,000 വോട്ടിൻ്റെ പുറകിൽ. കണ്ണൂരിലെ ധർമ്മടത്തും മട്ടന്നൂരിലും കാസർഗോഡത്തെ പയ്യന്നൂരും കല്യാശ്ശേരിയിലും ഒക്കെ വമ്പൻ തിരിച്ചടി. കണ്ണൂരിൽ തിരിച്ചടി, കാസർഗോഡ് തിരിച്ചടി, കോഴിക്കോട് തിരിച്ചടി, എല്ലായിടത്തും തിരിച്ചടി. വോട്ടുകളിൽ നല്ല പങ്ക് BJPയിലേക്ക് പോയി. ഈ നില വന്നപ്പോൾ സ്ഥിതി ഗുരുതരമാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന മുതലാളിമാർക്ക്, അവരാണ് പിണറായി വിജയനെ വളർത്തി ഇത്രയും വലുതാക്കി ഇവിടം വരെ കൊണ്ടുവന്ന്, അവർക്ക് മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. കാരണം ത്രിപുരയിൽ മത്സരിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് പാർട്ടി പോയി. ബംഗാളിൽ ഇത്തവണ ഒരു സീറ്റിലെങ്കിലും ജയിക്കുമെന്ന് പറഞ്ഞിട്ട് 2 സ്ഥലത്താണ് കെട്ടിവെച്ച കാശ് തന്നെ കിട്ടിയത്. അവിടെയും അതില്ലാതായി. ഇവിടെ പിണറായി വിജയൻ ഇത്
തോന്നിയവാസം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളത് പോളിറ്റ് ബ്യൂറോയ്ക്ക് മനസ്സിലായി. കാരണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാർട്ടി ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് തന്നെ പ്രായശ്ചിത്തം ചെയ്യാൻ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി അവർ കർശനമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പോയി എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസ്ഥാന സെക്രട്ടറിയോട് ഇനി കർശനമായിട്ടുള്ള നിലപാടെടുക്കണം എന്ന് പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധതയല്ല പരാജയത്തിന് കാരണമെന്ന പിണറായി വിജയൻ്റെ വാദം അമ്പയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞുള്ള റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരമാണ് ഇതിന് കാരണം എന്ന് എഴുതി വെച്ചു. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായി എന്ന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന കമ്മിറ്റി യോഗം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്താ സംഭവിച്ചത്? പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊരു ഊർജ്ജം കിട്ടി. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അനങ്ങാതിരിക്കരുത്. കാരണം എന്താ? അവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിണറായി എതിർത്താൽ ആരാണ് സംരക്ഷിക്കാനുള്ളത്? സംരക്ഷകനായിരുന്ന VS അച്യുതാനന്ദൻ അവസാനിപ്പിച്ചു പോയി. സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് പിഴയ്ക്കണമെങ്കിൽ പിണറായിക്ക് സല്യൂട്ട് ചെയ്യാതെ പറ്റില്ല എന്നുള്ളതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ അർത്ഥഗർഭമായിട്ടുള്ള മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ അവർക്കിപ്പോൾ എന്ത് മനസ്സിലായി? അവർക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ? പാർട്ടി കേന്ദ്ര നേതൃത്വവും പാർട്ടി സംസ്ഥാന നേതൃത്വവും പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായതിനെ തുടർന്ന് അവർക്കൊരു ഊർജം ലഭിച്ചു, അവർക്കൊരു ശക്തി ലഭിച്ചു. അതിനെ തുടർന്ന് അവർ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യമായി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനം കേൾക്കുന്നുവെന്ന് മലയാള മനോരമ പത്രത്തിന് പോലും പറയേണ്ടത്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലയാളി വാർത്തയിലൊക്കെ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ വളരെ വ്യക്തമായി ഞാനിത് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താ സുഹൃത്തുക്കളെ? ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് തങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടി സെക്രട്ടറിയും തങ്ങളെ സംരക്ഷിക്കുന്ന പോളിറ്റ് ബ്യൂറോയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി പിണറായിക്കെതിരായി 100 നാവായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റ് നേതാക്കന്മാർക്കും എന്ന് നമ്മൾ കണ്ടോണം. ഇതിനകത്ത് രാഷ്ട്രീയം പ്രതിശാസ്ത്രമൊന്നുമില്ല. നിന്ന് പിഴയ്ക്കാൻ എന്താണോ വേണ്ടത് അതാണ് സംസ്ഥാന നേതാക്കന്മാർ ചെയ്യുന്നത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഇത്രയും നാൾ നിന്ന് പിഴയ്ക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. പിണറായിൻ്റെ ചവിട്ടടിയിൽ അവർ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായിരിക്കുന്നു. പിണറായിക്കെതിരായി സംസാരിക്കാം എന്നിപ്പം മനസ്സിലായി. അതിനവർക്ക് പ്രധാനപ്പെട്ട ഊർജ്ജം ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി തകരാൻ പോവുകയാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കാകെ ഉണ്ടായിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ഒരു പിന്തുണ കൂടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവർ സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയനെതിരായി സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നതോടുകൂടി പിണറായി വിജയനെതിരായിട്ടുള്ള സംസാരത്തിൻ്റെ ആക്കം, അതിൻ്റെ ഊർജം, അതിൻ്റെ ശക്തി അതെല്ലാം കൂടാൻ പോവുകയാണ്. എന്തായാലും 1998 ആരംഭിച്ച പിണറായി യുഗം 1/4 നൂറ്റാണ്ടിന് ശേഷം അതിന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോവുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പിണറായിയുടെ ആ മൊണോലിത്തിക്കായിട്ടുള്ള ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഒരു മോണോലിത്തായിട്ട് അയാളിങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ, ഒരു ഒരു ഡേവിഡായിട്ട് അയാളിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ പിണറായി എന്ന ഏകശിലാരൂപത്തിൽ വിള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിള്ളലുകൾ ഇനി കൂടുതൽ വലുതാവാനാണ് സാധ്യത. അതുകൊണ്ട് പിണറായി വിജയന് ഇനി പഴയതുപോലെ ഒരു അപ്രമാദിയായി, ഒരു ഏകാധിപതിയായി, ഒരു ഏക ഛത്രാധിപതിയായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഘട്ടം CPM-ൽ അവസാനിക്കാൻ പോകുന്നു എന്നത് എൻ്റെ സൂചനകൾ വ്യക്തമായി വന്നിരിക്കുന്നു. അതിൽ അങ്ങനെ വരുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നുള്ള എനിക്ക്, ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. കാരണം ഈ കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞ 1-2 വർഷക്കാലമായി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിണറായി യുഗം തീരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചു, ഒരുപാട് ആളുകൾ എന്നെ പുച്ഛിച്ചു, ഒരുപാട് ആളുകൾ എന്നെ പരിഹസിച്ചു. അവരുടെ എല്ലാം മുന്നിൽ എനിക്കിന്ന് മലയാള മനോരമ ഓൺലൈനിൽ വന്നിട്ടുള്ള ആ വാർത്തയും കേരളമുതിൽ വന്നിട്ടുള്ള വാർത്തയുമാണ് അവരുടെ മുന്നിൽ വെക്കാനുള്ളത്. അതുകൊണ്ട് ഇനി പിണറായി വിജയന് പിടിച്ചു നിൽക്കൽ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.